അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ണൂരത്തെ കുറച്ച് കാഴ്ചകളായിട്ടാണ് പോകുന്നത്. ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ കണ്ണൂരത്തെ എക്സ്പ്ലോർ ചെയ്യാൻ അത്രയും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ വൈകുന്നേരം എന്തോ തെയ്യൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണുക എന്നൊക്കെ വിചാരിച്ചിട്ട് പോകും. ഓക്കെ. പിന്നെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. പിന്നെ മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകും. ഓക്കെ. എല്ലാവരും കറികൾ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്. അമ്മയ്ക്ക് ബീഫ് വേണോ? എനിക്ക് വേണ്ട, എനിക്ക് ഇറച്ചി ഒന്നും വേണ്ട. ഈ ലക്ഷ്മിയൊക്കെയാണോ ഇവിടെ വിളമ്പണേ? ഞാൻ ഏതാ പറഞ്ഞേ? കുറുമ. അപ്പോൾ രാവിലെ തന്നെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചത് ഇറങ്ങാൻ പോകട്ടോ. എല്ലാവരും ഇപ്പോൾ റെഡി ആയിട്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ചേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ എന്തോ തെയ്യം കാണാൻ വേണ്ടി എന്തോ ആണ് പോകുന്നതൊക്കെയാണ് സംസാരം. ഞങ്ങളിപ്പോൾ അത് ഈ ഫുഡ് ഇവിടെ തന്നെ ഞങ്ങളൊന്ന് തലേദിവസം ഓർഡർ ചെയ്തപ്പോൾ ഇവരിന്ന് രാവിലെ എടുത്ത ആൾക്കാർ ഫുഡ് എത്തിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ അകത്ത് നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. ഇപ്പം അതൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു. ഞങ്ങളിപ്പോൾ കണ്ണൂരിൽ നിന്ന് പോന്നിട്ട് തലശ്ശേരിയിലെത്തിക്കും കേട്ടോ. തലശ്ശേരി കോട്ട കാണാൻ വേണ്ടി, തലശ്ശേരിയിലെ ബീച്ചിനോട് ചേർന്നിട്ടാണ് ഈ കോട്ട കേട്ടോ. അപ്പോൾ കോട്ട കാണാൻ വേണ്ടി ഇപ്പം തലശ്ശേരി വന്നേക്കാണ്. അപ്പോൾ കാർക്ക് പാർക്ക് ചെയ്ത് ഇറങ്ങി. ഇവിടെ എത്രത്തോളം ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ, പറ്റുവാണെങ്കിൽ. ഓക്കെ. ഓക്കെ, ഇപ്പോൾ അകത്തേക്ക് കയറാം. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇവിടെ പേഴ്സണൽ ഫോട്ടോസൊക്കെ വേണ്ടി എടുക്കാം, അല്ലാതെ ഫോട്ടോസോ വീഡിയോ കവറേജോ ഒന്നും പാടില്ല എന്നാണ് തോന്നുന്നു. കാരണം ഞാനിപ്പം ഫോർട്ടിൻ്റെ ഒരു ടോപ്പ് സൈഡിൽ കയറി നിന്നിട്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ റിസ്ക് ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കേണ്ടാത്തതുകൊണ്ട് ഞാനിപ്പം ഫോർട്ടിൻ്റെ സ്ഥലത്തൊന്നും കാണിച്ചിരുന്നില്ല. ജസ്റ്റ് ഞാൻ കാര്യം പറയുന്നു കേട്ടോ. അപ്പം പേഴ്സണൽ ഫോട്ടോസൊക്കെ വേണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്, അല്ല വേറെ ഒന്നും പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ കോട്ടയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി. ഇപ്പം തലശ്ശേരിയിൽ ഏറ്റവും ഫേമസ് ആണല്ലോ തലശ്ശേരി ബിരിയാണി. ആ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇവിടെ പെപ്പർ പായസം പറഞ്ഞിട്ട് കോട്ടയ്ക്കടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ഒരു 10-20 മീറ്റർ പോകും. കോട്ടയ്ക്കടുത്തിട്ടുണ്ടെങ്കിലുള്ളൊരു ഒരു ഹോട്ടലിലേക്ക് വന്നേക്കും. തലശ്ശേരി ഫേമസ് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും കൈ ഇരുന്ന് തുടങ്ങി ഇനി ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. ചിക്കൻ ബിരിയാണി, ഇതൊന്ന് സാധാ മീൽസോ ചാറോ?
ഒരുമിച്ച് ഒരുമിച്ച് അല്ല ഇപ്പം നൈസിന് കുറച്ച് നേരത്തേക്ക് ചമ്മന്തി വേണം. കണ്ടല്ലോ തലശ്ശേരി ദം ബിരിയാണി. മിക്സ്ഡാണ് എല്ലാം ഉണ്ട് മിക്സ്ഡാണ്. ഇത് ഇങ്ങനത്തെ കോഴിയല്ല നമ്മുടെ നാട്ടില് ലഗൂൺ കോഴി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് അത് സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളങ്ങനെ കോട്ടയിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ തലശ്ശേരി ബിരിയാണിയും കഴിച്ചിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി പോവാണ്. അടുത്ത എവിടെ നിന്നാ ചെന്നിട്ട് എന്താ കാണുക തപ്പി പോവാണ്. എല്ലാവരും ഇതേ വന്ന് വണ്ടിയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ സമീപം 6 മണി കഴിഞ്ഞിട്ടോ. ഞങ്ങളിപ്പോൾ എന്നിട്ട് അവിടുന്ന് ഇറങ്ങി തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ വന്നു, ഒരു സിനിമ കാണാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അന്നേരം നേരെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയിട്ട് മാജിക് ഫ്രെയിംസ് കയറിയിട്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ കണ്ടു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുഴപ്പമില്ല സിനിമയായിരുന്നു. കണ്ടു, ഇപ്പോൾ ഇറങ്ങി. എന്നിട്ടിപ്പോൾ നേരെ ഞങ്ങളടുത്ത് മറ്റേ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകാനായിട്ടാണ് വണ്ടി എടുത്തിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പല റൂട്ടിൽ നിൽക്കുന്നിരിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല ബ്ലോക്കായിരുന്നു. ഇനിയിപ്പോൾ ബ്ലോക്കിൽ പെട്ടിട്ട് ഞങ്ങളവിടെ എപ്പോൾ എത്തുന്നു ദൈവത്തിനറിയാം. അപ്പോൾ എന്താ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ റിവർ ഡ്രൈവ് ബീച്ചിലെത്തി കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിലേക്ക് നമ്മൾ സാധാരണ ബീച്ചിൻ്റെ പക്കത്ത് വെച്ച് കാറ് പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത് ഹൈലൈറ്റ്. ഇവിടുത്തെ ബീച്ചിലേക്ക് നമുക്ക് വണ്ടി ഇറക്കിടാം. ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ എത്തിപ്പോൾ ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് നമ്മളെത്തിപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ വണ്ടി ഇട്ടുണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. ബീച്ചിലേക്ക് ഇതേ ബീച്ച് അത്. ഇവിടെ ബീച്ച് കൂടെ ഈ ഭാഗത്തോടൊക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങേറ്റം വരെ ഒരു 2-3 കിലോമീറ്റർ ഇവിടുന്ന് അങ്ങേറ്റം വരെ നമുക്ക് വണ്ടി ഓടിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇത് വണ്ടി ഇവിടെ ഇട്ടേക്കുവാണ് ബീച്ചിലേക്ക് തന്നെ. അതുകൊണ്ട് ഇത് കൂടെ ആൾക്കാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ടയറിൻ്റെ പാടൊക്കെ ഉണ്ട് വണ്ടി ഓടിച്ചിട്ട് പോയതിൻ്റെ. നമ്മുടെ വണ്ടി ഇത് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുവാണ് ബീച്ചിൽ. രാത്രി ആയതുകൊണ്ടാണ് അത്ര ക്ലിയർ അല്ലാത്തത്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ചെല്ലാം, പക്ഷേ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് വീട്ടിൽ കൂടെയുള്ള എല്ലാവരും നമ്മൾ ഇട്ട് പേടിയായതുകൊണ്ട് പിന്നെ നമുക്ക് പിന്നെ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് ഇറങ്ങുന്നില്ല. കാരണം നല്ല ഡിസൈനൊക്കെ ആയിട്ട് ഇവിടെ ഈ ടോപ്പിലായിട്ട് ആ ഈ ലൈറ്റ് കാണുന്നില്ലേ, ആ ഭാഗത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെവലുള്ള സ്ഥലത്ത് നമുക്ക് നടക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഇത് കൂടെ ആണ് വണ്ടി ഇട്ട് കളിക്കാമെന്ന് ഇത് കൂടെയാണ് കേട്ടോ. ഉണ്ടല്ലേ, ഇരുട്ടായതുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കാര്യമായിട്ട്. എന്നെ കാണാൻ പറ്റുമോ? ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇവിടെ കാഴ്ചകൾ കുറേ കാണാനൊക്കെ ഉണ്ട്, പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇപ്പം വെട്ടമില്ല, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. നല്ല മനോഹരമായിട്ടുള്ള വാക്ക് വ്യൂ ഉണ്ട്, പെഡസ്റ്റൽ വാക്ക് വ്യൂ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ബീച്ച് കൂടെ ഇത്രയും വർഷങ്ങൾ നമുക്ക് കാറും ഓടിച്ചിട്ടുണ്ടാവും കേട്ടോ. കാറും ബൈക്കും ഒക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച്, ചിലരൊക്കെ ഇവിടെ കാർ സ്റ്റണ്ടിങ് നടത്തുന്നതെന്ന് തോന്നുന്നു. കണ്ട് കാർ ചെയ്തത് ഇവിടുത്തെ ഈ മണ്ണിൻ്റെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, കാർ സ്റ്റണ്ടിങ് നടത്തുന്നതെന്നാണ് തോന്നുന്നത്. അവിടെ നിന്നൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ വണ്ടി ലൈറ്റ് തെളിച്ച് തന്നെ ഉണ്ടോ. നമ്മളിതിനെ വണ്ടി നമുക്ക് തന്നെ ഒരുപാട് അഭ്യാസം കളിച്ച് ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. നോർമലായിട്ടുള്ള ഡ്രൈവിങ്, കാരണം ചെറുതായിട്ട് ഇടയ്ക്ക് ചുമ്മാ ജസ്റ്റ് ട്രൈ നോക്കി, സ്പീഡത്ത് ട്രൈ നോക്കി, അപ്പോൾ വണ്ടി കൈ നിൽക്കാതെ തന്നെ പോയി. നമ്മളിതിന് കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. അവിടെ നിന്നൊക്കെ ഓരോ വണ്ടികളൊക്കെ അവന്മാർ പറപ്പിച്ചൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത, ഡ്രൈവിംഗ് ബീച്ച്, കാർ ഓടിച്ചു പോകുന്നത്.
ഞങ്ങളങ്ങനെ റൂമിലെത്തി. അവിടെ മറ്റേ ഡ്രൈവേഴ്സിൻ്റെ ഡ്രൈവിംഗ് ബീച്ചിൽ പോയി കുറച്ചൊക്കെ കൂടെ വണ്ടി ഓടിച്ചു. അവിടെയൊക്കെ ഇറങ്ങിയിരുന്നു. ശേഷം ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് തെയ്യം കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് പോകാനൊക്കെ ഒരു ഹോട്ടലിൽ കയറി രാത്രിയിൽ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയ സമയം. അപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഡ്രസ്സ് മാറി കയറി കിടക്കുക. എന്നിട്ട് നാളെ രാവിലെ ആയിട്ട് തിരിച്ച് റിട്ടേൺ കോയമ്പത്തൂർക്കാണ് ഞങ്ങൾ പോകുന്നുണ്ട്. കോയമ്പത്തൂർ അമ്മാവിൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് കോഴിക്കോട് കയറി മിഠായിത്തിരിയിലൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം നാളെ രാവിലെ തിരിച്ച് റിട്ടേൺ പോയിടുന്നു. ഓക്കെ, പിന്നെ അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡ് എടുക്കാം. അതുവരെ ഗുഡ് ബൈ.